തലസ്ഥാനത്തെ ബി.ജെ.പിയുടെ ഗുണ്ടാ കൗൺസിലറായ സുഗതനെ ജയിലിൽ വെച്ച് ഞങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യിക്കാം എന്ന് കോൺഗ്രസ് സർക്കാർ കോടതിയിൽ പറഞ്ഞിരിക്കുകയാണ്. സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ട് ഇളവ് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ട് കോടതി ഇങ്ങോട്ട് പറയുകയാണ്, ആ ജയിലിൽ വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കണം എന്ന് പറഞ്ഞതിന് ശേഷം അത് ചെയ്തു കൊടുക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അതിന് മുന്നോടിയായിട്ട് സുഗതന്റെ കൗൺസിലർ സ്ഥാനം ഒരിക്കലും പോകാൻ പാടില്ല എന്ന നിർബന്ധം ആർക്കാണെന്ന് സംശയമുണ്ടാവുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി.ജെ.പി കൗൺസിലർ ആർ സുഗതന്റെ സത്യപ്രതിജ്ഞ ജയിലിൽ നടത്താമെന്ന് സർക്കാർ. കാപ്പ തടവിൽ നിന്ന് ഇടക്കാല മോചനം നൽകരുതെന്ന് ഹൈക്കോടതിയെ അറിയിക്കും. വിയൂർ ജയിലിൽ സത്യപ്രതിജ്ഞയ്ക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കാമെന്നും ചട്ടപ്രകാരം സത്യപ്രതിജ്ഞ തടസ്സമില്ലെന്നും കോടതിയെ അറിയിക്കും. കേട്ടല്ലോ, തലസ്ഥാനത്തെ ബി.ജെ.പി കൗൺസിലർ എന്നാൽ കോൺഗ്രസിന് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ്. അവരുടെ കൗൺസിൽ സ്ഥാനം പോകാതെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വവും ആർക്കുള്ളതാണ്? കോൺഗ്രസിനുള്ളതാണ്. അതുകൊണ്ടാണ് കാപ്പ കേസാണ്, അങ്ങനെ പുറത്തേക്ക് വിടണ്ട, ഞങ്ങൾ അവിടെ തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത് സേഫ് ആക്കാമെന്ന് പറയുമ്പോൾ കോടതി ഉത്തരവ് മറിച്ചായിരുന്നെങ്കിലോ? കാപ്പ കേസ് പ്രതിയായിട്ടുള്ള വ്യക്തിക്ക് ജാമ്യം കൊടുക്കാൻ പറ്റില്ല, സത്യപ്രതിജ്ഞ ചെയ്യേണ്ട എന്നെങ്ങാനും കോടതി വിധിച്ചിരുന്നെങ്കിലോ? അതിന് അവസരം കൊടുക്കാതെ അങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചു കഴിഞ്ഞാൽ ബി.ജെ.പിക്ക് ഒരു കൗൺസിലറെ നഷ്ടപ്പെടുമെന്നൊരു സാഹചര്യം വന്നപ്പോൾ അവിടങ്ങളിൽ ഒരു രക്ഷാപ്രവർത്തനം നടത്തി എന്ന് വേണം ഈ തീരുമാനം ആഭ്യന്തര വകുപ്പ് തന്നെ കോടതിയെ അറിയിക്കുമ്പോൾ ബോധ്യപ്പെടുന്ന ഒരു കാര്യം. വിയൂർ സെൻട്രൽ ജയിലിൽ കിടത്തി കൊടും ക്രിമിനലായിട്ടുള്ള സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ സൗകര്യവും കോൺഗ്രസുകാർ തന്നെ ചെയ്തു കൊടുക്കാമെന്ന് പറയുമ്പോൾ ബി.ജെ.പി കൗൺസിലറെ നിലനിർത്താൻ വേണ്ടി കോൺഗ്രസ് എടുക്കുന്ന പ്രയത്നങ്ങൾ നോക്കണേ. നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി കാപ്പ കേസ് നേരത്തെ ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചുമത്തിയെങ്കിലും അതുകൊണ്ട് ജയിലിലേക്ക് പോയ വ്യക്തിക്ക് ഒരു കാരണവശാലും കൗൺസിലർ സ്ഥാനം നഷ്ടപ്പെടാൻ പാടില്ല. അങ്ങനെ നഷ്ടപ്പെട്ടാൽ ഇനിയെങ്ങാനും ഇടതുപക്ഷം ജയിച്ചാൽ പോയില്ലേ, അവരുടെ അംഗബലം കൂടില്ലേ? ഇതൊക്കെയാണ് നാട്ടുകാർ കാണേണ്ടത്. കേരളത്തിൽ ബി.ജെ.പി കോൺഗ്രസ് ബാന്ധവമുണ്ട് എന്ന് പറയുമ്പോൾ നിയമനങ്ങളിൽ മാത്രമല്ല, സംഘിവൽക്കരണത്തിൽ മാത്രമല്ല, അവരുടെ ഒരു കൗൺസിലറുടെ സ്ഥാനം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള കരുതൽ കാട്ടുന്നിടത്ത് വരെ ബി.ജെ.പിയുമായിട്ടുള്ള ഒരു മാനസിക ഐക്യം നാട്ടുകാർ കാണാതെ പോകരുത്. എന്നിരുന്നാലും ഇങ്ങനെ ഒരു രക്ഷാപ്രവർത്തനം ഒരുപക്ഷെ ഏതെങ്കിലും ഒരു ഇടതുപക്ഷത്തിന്റെ ജനപ്രതിനിധിയാണെങ്കിൽ ഈ ആനുകൂല്യം കോൺഗ്രസുകാർ ചെയ്തു കൊടുക്കുമായിരുന്നു. അവിടങ്ങളിലുണ്ട് ഉത്തരങ്ങൾ. തലസ്ഥാനത്തെ ബി.ജെ.പി ഭരണസമിതിക്കെതിരെ അവിശ്വാസമൊക്കെ കൊണ്ടുവന്നത് വെറും നാടകം മാത്രമായിരുന്നു എന്നൊക്കെ തെളിയുകയാണ്. കാര്യം അവിശ്വാസം കൊണ്ടുവന്ന് അടുത്ത 6 മാസത്തേക്ക് ആ സർക്കാരിനെ സുരക്ഷിതരാക്കിയതിനോടൊപ്പം തന്നെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകാതെ സുഗതനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ കൂടി സഹായിക്കുന്നതോടുകൂടി ഒരു കാരണവശാലും ആ ഭരണസമിതി താഴെ പോകാതിരിക്കാൻ കോൺഗ്രസിന്റെ മേനോൻ സർക്കാർ ജാഗരൂകരാണ് എന്നതിന്റെ തെളിവ് കൂടിയായി മാറുകയാണ്.